വയനാട്ടിലേക്ക് ജില്ലാ പഞ്ചായത്ത് സംഭരിച്ച വസ്തുക്കളുമായുള്ള വാഹനങ്ങൾ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ, വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സംഘം കണ്ണൂരിൽ നിന്നും യാത്ര തിരിച്ചത്. മരുന്നുകൾ, ഭക്ഷ്യവസ്തുക്കൾ, കുടിവെള്ളം, തുണിത്തരങ്ങൾ ഉൾപ്പെടെ 8 ടണ്ണോളം വരുന്ന സാധനങ്ങൾ 10-ലധികം വാഹനങ്ങളിലാണ് കണ്ണൂരിൽ നിന്നും പുറപ്പെട്ടത്. ഒട്ടേറെ മനുഷ്യർക്ക് വീടും കിടപ്പാടും ഒക്കെ നഷ്ടമായി. ഏതാണ്ട് 100-ലധികം ആളുകളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ വയനാടിന് വേണ്ടി കണ്ണൂരിൻ്റെ ഒരു കരുതൽ എന്ന നിലയിൽ അവിടുത്തെ ആളുകൾക്ക്, രക്ഷാപ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ അവിടെ ഒറ്റപ്പെട്ട് കഴിയുന്ന ദുരിതാശ്വാസ ക്യാമ്പിലെത്തുന്നവർക്കും ആവശ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും, അവർക്ക് ആവശ്യം എന്താണോ ആവശ്യം അതെല്ലാം വയനാട് ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ റിക്വയർമെൻറ്റ് അനുസരിച്ച് കണ്ണൂരിലെ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചപ്പോൾ നിറയെ സാധനങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി അവിടുത്തെ റിക്വയർമെൻറ്റ് എന്താണോ അതനുസരിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് കളക്ട് ചെയ്ത് അവിടത്തേക്ക് അയക്കും. കൂടുതൽ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് പാത്രങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണോ കുറവുള്ളത് അത് കുറച്ചുകൂടി വാങ്ങി കൊടുത്തു. ലാവണ്യ ലാവി, സ്മൈൽ റൈസ്, ഇമ്മാനുവൽ സിൽക്സ്, ശിവശക്തി, ഡിവൈഎഫ്ഐ, യൂത്ത് ബ്രിഗേഡ്, SFI, ലയൺസ് ക്ലബ്, യുവതാര പടുവിലായി, വോൾട്ടേഴ്സ്, ലുലു സാരീസ്, ദിനേശ് ഫുഡ്സ്, സാന്ത്വനം മെഡിക്കൽസ്, മാർക്കോം കണ്ണൂർ, റെയിൻബോ കിഡ്സ് പെർളശ്ശേരി, MVR ആയുർവേദ കോളേജ്, ദേവി വിലാസം, ALPS ഇരിക്കൂർ, ട്രാൻസ്ജെൻഡേഴ്സ് സംഘടന, ICDS സൂപ്പർവൈസേഴ്സ് പെർളശ്ശേരി, ലഫ്റ്റനന്റ് കേണൽ KA ജെയിംസ് മാത്യു, ജോൺസൺ, നിതീഷ് അഴീക്കോട്, റോഷ്നി പാപ്പിനിശ്ശേരി തുടങ്ങിയ സംഘടനകൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ തുടങ്ങി ജില്ലാ പഞ്ചായത്തിലേക്ക് സഹായമെത്തിച്ച് നൽകുകയായിരുന്നു.